22,000 രൂപ വില വരുന്ന 11 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. പട്ടാമ്പി കപ്പൂർ കാഞ്ഞിരത്താണി പരുത്തിക്കാട്ടിൽ വീട്ടിൽ മുഹമ്മദ് യാസിറാണ് പിടിയിലായത്. ഇന്ന് രാവിലെ 7:30 കൊച്ചി സേലം പാതയിൽ വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് റോയൽ റിച്ച് ഇന്ത്യ എയർ ബസിലെ യാത്രക്കാരനായ പട്ടാമ്പി കപ്പൂർ കാഞ്ഞിരത്താണി പരുത്തിക്കാട്ടിൽ വീട്ടിൽ മുഹമ്മദ് യാസിർ പിടിയിലായത്. ഇയാളിൽ നിന്നും 11 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തി. 1 ഗ്രാമിന് 2000 രൂപ നിരക്കിൽ സുഹൃത്തുക്കൾക്ക് വിൽപ്പന നടത്തുന്നതിനും സ്വന്തം ഉപയോഗത്തിനും വേണ്ടിയാണ് ഹൈബ്രിഡ് കഞ്ചാവ് ബാങ്കോക്കിൽ നിന്നും 2000 രൂപ കൊടുത്ത് ബാങ്കോക്കിലെ പാപ്പച്ചി എന്ന സ്ഥലത്തെ ഒരാളിൽ നിന്നും വാങ്ങിയത് എന്നും കഞ്ചാവ് വിപണിയിൽ ഉദ്ദേശം 22,000 രൂപയ്ക്ക് വിൽക്കുവാൻ കഴിയുമെന്നും പ്രതിമൊഴി നൽകി. നൂതന സാങ്കേതിക വിദ്യയായ ഹൈഡ്രോഫോണിക് സംവിധാനത്തിലൂടെയാണ് കഞ്ചാവ് വളർത്തിയെടുക്കുന്നത്. ഭീമമായ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കഞ്ചാവ് തുച്ഛം പൈസ കൊടുത്ത് ബാങ്കോക്കിൽ നിന്നും വാങ്ങിയതെന്നും പ്രതിയിൽ നിന്നും മനസ്സിലാക്കുവാൻ എക്സൈസിന് കഴിഞ്ഞു. പാർട്ടിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ CN മനോജ് കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പ്രഭാജി, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് KP രാജേഷ്, മനോജ് PS, സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.